ആഹാ, നല്ല സോഫ്റ്റ് മട്ടൻ ബിരിയാണി അല്ല, മട്ടൻ മന്തി. മട്ടൻ ആയാലും ചിക്കൻ ആയാലും മന്തി കഴിക്കണമെങ്കിൽ ചമ്മന്തി മസ്റ്റാണ്. ഒരു വായി ചമ്മന്തി കൂട്ടി കഴിച്ചതിന് ശേഷം അടുത്ത വായി മൈനസും കൂടെ കൂട്ടി കഴിച്ചാലേ അതൊരു തൃപ്തിയോ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് കുറച്ച് മന്തി കഴിക്കലും സൂപ്പ് കുടിക്കലും പിന്നെ കുറച്ച് ചുറ്റിക്കറങ്ങളൊക്കെയാണ് പരിപാടി. അന്ന് ജലദോഷം പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് കാലിസ് ബിരിയാണിയിൽ പോയിട്ടൊരു ചിക്കൻ സൂപ്പ് കുടിച്ചു. നല്ല ഇടിച്ച് ചതച്ച ചിക്കനും പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ ഇട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കിടുക്കാച്ചി സാധനം. സൂപ്പ് ഒരു രക്ഷയില്ല. കുരുമുളകും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഒരു കുഴിമന്തിയും ചിക്കൻ സൂപ്പും കഴിക്കാൻ വേണ്ടി നമ്മളൊന്ന് വന്നിരിക്കുന്നത് കേരളത്തിലുള്ള കാലിസ് ബിരിയാണിയിലോട്ടാണ്. സംഭവം ഇത് ചെന്നൈയിലുള്ള കാലിസ് ബിരിയാണിയുടെ മറ്റൊരു ബ്രാഞ്ചാണ്. അവിടെ ഇത് കുറച്ചുകൂടെ ഫേമസ് ആണ് അത്ര. അപ്പോൾ കുഴിമന്തിയും സൂപ്പൊക്കെ കഴിക്കുന്നതിന് മുന്നേ നമുക്ക് വേറെ 1-2 പരിപാടികളും കൂടെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് റീവൈൻഡ് അടിച്ച് പുറകിലോട്ട് പോയിട്ട് ആ പരിപാടിയിലൊക്കെ തീർത്തിട്ട് വന്നിട്ട് നമുക്ക് മന്തി കഴിക്കാം. ചെന്നൈയിൽ சாப்பிட்டிருக்கே இல்லையா காலிஸ் பிரியாணி? சாப்பிடாம எப்படி ரிவ்யூ சொல்லுவேன்? மலேசியால அதை விட இது நல்லா இருக்குமா? ഇങ്ങനെ വേറെ വഴി ഇല്ലാമ പോறீங்க? ഇതെല്ലാം അവൻ പാപ്പാ കാലിസ് ബിരിയാണി ഓണർ പാത്തിട്ട്. അപ്പോൾ ഈ ചെറുക്കൻ്റെ ഫോണിന്റെ ടെമ്പർ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് NU സെൻട്രൽ മോളിലോട്ടാണ്. ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, NU സെൻട്രൽ ആണ് KLന്റെ ഒരു ട്രാവൽ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതൊക്കെ ആയിരിക്കും മന്തി കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ KL സെൻട്രലിൽ പോയിട്ട് ന്യൂ സെൻട്രൽ മോളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് മന്തി കഴിക്കാം. ഔട്ട് കുറച്ച് ജലദോഷം. പിന്നെ ന്യൂ സെൻട്രൽ മോളിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം വെയിൽ കൊണ്ട് നടക്കാനും വയ്യെങ്കിൽ റാസേന്ന് ട്രെയിൻ കയറുക. അത് നേരെ ന്യൂ സെൻട്രൽ മോളിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ വരും. മോളിൽ കയറി ഷോപ്പിംഗ് ചെയ്യേ സിനിമ ആണ് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോവുക. പക്ഷേ ഇന്ന് നമ്മൾ വെയിലോളാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കുഴിമന്തി കിട്ടില്ല. അതിന് നമ്മൾ പുറത്ത് തന്നെ പോകണം. മോളിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോളത്തിന് ചുറ്റി കറങ്ങിയിട്ട് ഈ പയ്യൻ്റെ ഫോണിൽ ടെമ്പർ ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് മന്തി കഴിക്കാം. അതാണ് നമ്മൾ വന്ന ട്രെയിൻ അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആദ്യം NU സെൻട്രലിൽ വന്നിട്ടായിരിക്കും ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെ എപ്പോഴും പോകാറ്. കട അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെമ്പർ ഗ്ലാസ് കിട്ടാതെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗ്ലാസ് 2-3 കടകൾ നോക്കി, എവിടെയും ടെമ്പർ ഗ്ലാസ് കിട്ടിയില്ല. നമ്മൾ നേരെ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകണം കാലിസ് ബിരിയാണിയിലോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്നിറങ്ങിയ ആ ഒരു സ്ഥലമല്ലേ, അവിടെ നിന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കാലിസ് ബിരിയാണിയിലോട്ട് പോകാൻ പോകുന്നത്. ട്രെയിനിൽ വന്നിറങ്ങിയ അതേ സ്ഥലത്തോട്ട് തന്നെ നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് LRT എടുത്തിട്ട് നേരെ മജീദിന്ത്യയിലോട്ട്. ഈ KLIA ട്രാൻസിറ്റിന് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോകാനുള്ള ട്രെയിൻ സർവീസ്.
വഴിയൊന്ന് ചെറുതായിട്ട് മാറി. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ദൂരം കൂടുതലുള്ള വഴി കൂടെ കൊണ്ടുവന്നിരിക്കുക. എക്സ്ട്രാ നടത്തിക്കുകയാണ്. കൾപ്രിച്ച് ഇത്രയും ദൂരം നടക്കേണ്ട ഒരാവശ്യമില്ല. ഇതിന് ഒറ്റത്തിനാണ് ഇത്രയും ദൂരം നടക്കുന്നത്. അത്ര ഈ സമയം തൊട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ அவன் சொல்றது எல்லாமே பொய்யுங்க, நம்பாதீங்க யாரும். ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിസ്ട്രോ കഫേ. മലേഷ്യയിൽ വന്നിട്ട് നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചായ ഞാൻ ആദ്യമായിട്ട് കുടിച്ചത് ഇവിടെ നിന്നായിരുന്നു. നാട്ടിലൊക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ല ദോശയോ പൊറോട്ടയൊക്കെ കഴിക്കണമെങ്കിൽ അതിനുവേണ്ടി മാത്രം മിഡ് നൈറ്റിൽ പോലും ചില ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അതിപ്പോൾ രാത്രി 1 മണിയോ 2 മണിയോ ആവട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പൊറോട്ടയോ ദോശയോ ഫ്രൈഡ് റൈസോ എല്ലാം കിട്ടും. 2 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാലും ബിസ്ട്രോ കഫേ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അങ്ങനെ നമ്മൾ വന്ന് കാലിസ് ബിരിയാണിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കുഴിമന്തി തന്നെയാണ്. അതായത് മലേഷ്യയിൽ തന്നെ ഏറ്റവും നല്ല മന്തി കിട്ടുന്നത് ഇവിടെയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുഴിമന്തി കഴിക്കാൻ എൻ്റെ അറിവിൽ ഈ പരിസരത്ത് വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ മന്തിക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ടേസ്റ്റും ക്വാണ്ടിറ്റിയും ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഈ വെയിറ്റർ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കാലിസ് ബിരിയാണിയുടെ മറ്റൊരു ബ്രാഞ്ച് ബുക്കിറ്റ് ബിൻതാങ്ങിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോകുന്നവർക്ക് വെറും 3 റിങ്കറ്റിന് ഒരു ഫുൾ കുഴിമന്തി ടേക്ക് അവേ ചെയ്യാൻ പറ്റും. ഇന്നെന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഞാൻ എന്നാണോ എടുത്തത് അന്ന്. അവർക്ക് 3 റിങ്കറ്റ്സിന് മന്തി ടേക്ക് അവേ ഓൺലി, ഡൈനിങ് ഇല്ല. 3 റിങ്കറ്റിന് മന്തി ഇന്ന് മാത്രം. ഓൺലി ഫോർ ടുഡേ ഓൺലി അറ്റ് ബുക്കിറ്റ് ബിൻതാങ് കാലിസ് ബിരിയാണി. പക്ഷേ ഇത് അപ്ലോഡൊക്കെ ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ ഈ ഓഫർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ, ബുക്കിറ്റ് ബിൻതാങ്ങിൽ എവിടെയോ കാലിസ് ബിരിയാണിയുടെ മറ്റൊരു ബ്രാഞ്ചും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. സൂപ്പ് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. നല്ല സോഫ്റ്റ് മട്ടനാണ്. ചിക്കൻ ഹാർഡായിരിക്കുന്ന വിചാരിക്കണം. മട്ടൺ നല്ല അടിപൊളി സോഫ്റ്റ് മട്ടൺ. ഒരുപായി ചമ്മന്തി മൈനസ് ഇല്ലാതെ കഴിച്ചോളൂ. മിക്സ് ചെയ്യുമ്പോഴാണ് മന്തിയുടെ ആ ഒരു ഫീൽ അയ്യോ, ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. സാപ്പിടുന്നു സാർ. ബൊങ്കു സെട്ടി വെയിലുണ്ടാകും. സാപ്പിടില്ല. ബൊങ്കൂസ് பண்ணி வெளியில் உள்ள ஆளுக்கு பிளான் சாப்பிடுறோம்.
ഇതെയാ? മന്തിക്ക് ശേഷം നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം ചായ. ടീ தான் சூப்பரா இருக்கு. சூப்பரோட அப்போ 1/2 போட்டுருப்போம். 1/2 அதே மறுபடியும் 1/2. ഗുഡ് ബോയ്. അപ്പോൾ മന്തിയൊക്കെ കഴിച്ചൊരു ചായ കുടിച്ചു. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അടുത്ത ട്രെയിൻ പിടിക്കുന്നു, നേരെ റൂമിലോട്ട് വന്നു. റിയാക്ഷൻ കൊടുക്കും, ഷോക്കിംഗ് റിയാക്ഷൻ. പണിയാ ഇനി അടുത്ത പരിപാടി അടുത്തൊക്കെ പോകാം. അപ്പൊ തിരിച്ച് റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഹനീഫ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലും കൊണ്ടൊന്ന് കയറിയിട്ട് പോകാം. എനിക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് അമ്മയുടെ കൂടെ പോകണം. ഹനീഫയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. A to Z എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഹനീഫ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. സാധാരണ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ മെയിനായിട്ട് ഷോപ്പിങ്ങിന് വരുന്ന ഒരു മോളെന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നൊക്കെ പറയാം. എല്ലാ സാധനങ്ങളും ഉണ്ട്. സോപ്പ്, ഷാമ്പൂ, സ്പ്രേ, മറ്റു പല കോസ്മെറ്റിക്സ്, ഇതിനു വേണ്ടി മാത്രമുള്ള ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. What are you looking for? என்ன பார்க்குற? சோப்பா? டவ் அங்கே இருந்துச்சு. സ്പ്രേ ഇഷ്ടം പോലെ സ്പ്രേ ഉണ്ട്. ബാക്കിയുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ ഫ്ലോറിൽ ഇതുപോലുള്ള ഐറ്റംസ്, സോപ്പ്, സ്പ്രേ, കോസ്മെറ്റിക്സ്. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇലക്ട്രോണിക്സ് ആയിരിക്കും. പിന്നെ താഴേക്ക് പോകട്ടെ. താഴെയാണ് ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ സെക്ഷൻസ് മെയിനായിട്ടുള്ളത്. താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ചോക്ലേറ്റ്സ് അതുപോലെ സംഭവങ്ങളൊക്കെ അതിനകത്ത് കയറി വന്നത്. അപ്പോൾ എന്തൊക്കെ ചോക്ലേറ്റ്സ് ഉള്ളത് നോക്കാം. സാധാരണ ആളുകൾ നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്നൊക്കെയാണ് ചോക്ലേറ്റ്സും ബാക്കിയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. What is this? This Oreo mint. Oh, okay. You want Oreo mint or Oreo Napoli? So you're going for a promotion now? Yeah. Oh, isn't it? I'll try one. Yes. Okay. This is Oreo mint. ഓറിയോയിൽ ഒരു പ്രൊമോഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓറിയോ വാങ്ങിച്ച് കഴിച്ചാൽ. One more time, you can try. Oh, this is Oreo mint, huh? Yes. Mm. You want to try Napoli? It's okay. This is good. If you buy more than ringgit, you get one bag. Mm. One bag or wanna try? Okay. Let me have a look. Okay. Thank you. Excuse me. ഒരു പാക്കറ്റിന് 22 റിംഗിറ്റാണ്. ഏകദേശം 500 രൂപയുടെ അടുത്തെത്തും. 450-500 ആ റേഞ്ച് എത്തും. ഇവിടെ ഫുള്ള് ബിസ്ക്കറ്റ്സ് ആണ്. വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പം ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് പോട്ടോ.
Excuse me. ഇവിടെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സെക്ഷനാണ്. ബൈ വൺ ഫ്രീ വൺ, ബൈ വൺ ഫ്രീ വൺ. 1000 മുകളിൽ. ഡുറിയാൻ ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ചക്ക പോലെ ഉണ്ടാവും, പക്ഷെ ചക്കയില്ല, ഡുറിയാൻ. ചക്ക പോലെ കാണാൻ ചക്ക പോലെ ഉണ്ടാവുമെങ്കിലും ടേസ്റ്റ് ചക്കയുടെ ടേസ്റ്റ് അല്ല. ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ആളുകൾ സ്ഥിരം വാങ്ങിച്ചിട്ട് പോകുന്ന പാക്കറ്റാണ് ഇത്. പരീക്ഷ പോകുന്ന ആൾക്കാർ എല്ലാവരും ഇത് വാങ്ങിയിട്ട് പോകുന്നതാണ്. ഫോർ 1 kg 38 ringgit. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റാണ്. അത്യാവശ്യം ചീപ്പ് ആൻഡ് ഗുഡ് ക്വാളിറ്റിയാണ് സാധനം. ക്യാഷിയറായിട്ടൊക്കെ കേട്ടോ. എക്സ്ക്യൂസ് മീ. Apanya? Original. Ano eh? Kanino? Ano? ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ കുറച്ച് ഐറ്റംസ് ഇതേ ഏലക്കൊക്കെ ഉണ്ട്. ഓ നല്ല റേറ്റാണ് കേട്ടോ. 150 ഗ്രാമിന് 75 ringgit. 1 ringgit എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം 24 രൂപയാണ്. അപ്പോൾ 75 ringgit എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. നല്ല റേറ്റാണ്. ചോക്ലേറ്റ് സെക്ഷൻ. ചായപ്പൊടി, കാപ്പിപ്പൊടി, അതുപോലുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഓയിലിൻ്റെ സെക്ഷൻ. बतामध्ये रस द्या डोळ्याची तुम्ही. ഇതുമാത്രമല്ല, ഇതിൻ്റെ മുകളിലോട്ട് ഇലക്ട്രോണിക്സ്, ഗോൾഡ്, ഡ്രസ്സ്, മറ്റ് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്, ഇതിനൊക്കെ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അവിടെ നിന്നും പോകാൻ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഇതോടുകൂടെ നമുക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മറ്റൊരു ദിവസം വന്നിട്ട് കവർ ചെയ്യാം. ഇന്നത്തെ പരിപാടി നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മന്തി കഴിക്കലും ചായ കുടിയിലും കഴിഞ്ഞിട്ട് അന്നത്തെ പരിപാടി നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരെ ട്രെയിൻ പിടിച്ച് നമ്മൾ ഇതിനകത്ത് റൂമിലോട്ട് പോകുന്നു. $0 3.8 पैसा 7 रुपये